കൊല്ലവർഷം 1189 കർക്കിടക മാസം 31-ാം തീയതി ആഗസ്റ്റ് 16 ശനിയാഴ്ച. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. അയോധ്യാപ്രവേശം. ശത്രുഘ്നനോടു ഭരതകുമാരനും അത്യാദരം നിയോഗിച്ചാനന്തരം പൂജ്യനാം നാഥൻ എഴുന്നള്ളും നേരത്തു രാജ്യമലങ്കരിക്കേണമെല്ലാടവും. ക്ഷേത്രങ്ങൾ തോറും ബലിപൂജയോടും അത്യാസ്ഥയാ ദീപാവലിയുമുണ്ടാക്കണം. സൂതവൈതാളിക വന്തി സ്തുതി പാടകാദി ജനങ്ങളുമൊക്കെ വന്നിടണം. വാദ്യങ്ങളെല്ലാം പ്രയോഗിക്കയും വേണം. പാദ്യാദികളും ഒരുക്കണമേവരും. രാജധാരങ്ങളമാത്യ ജനങ്ങളും വാജിഗജരഥപങ്ക്തി സൈന്യങ്ങളും വാരനാരി ജനത്തോടും അലങ്കരിച്ചാരൂഢമോദം വരണമെല്ലാവരും. ചേർക്ക കൊടിക്കൂറകൾ കൊടിക്കൊക്കവേ മാർഗമടിച്ചു തളിപ്പിക്കയും വേണം. പൂർണ്ണകുംഭങ്ങളും ധൂപദീപങ്ങളും തൂർണം പുരദ്വാരി ചേർക്ക സമസ്തരും. താപസവൃന്ദവും ഭൂസുരവർഗവും ഭൂപതി വീരരുമൊക്കെ വന്നിടണം. പൗരജനങ്ങളാ ബാലവൃദ്ധാവധി ശ്രീരാമനെ കാൺമതിന്നു വരുത്തണം. ശത്രുഘ്നനും ഭരതാജ്ഞയാ തൽപുരം ചിത്രമാമാറങ്ങലങ്കരിച്ചിടിനാൻ. ശ്രീരാമദേവനെ കാൺമതിനായി വന്നു പൗരജനങ്ങൾ നിറഞ്ഞിതയോധ്യയിൽ. വാരണേന്ദ്രന്മാർ 10,000 തേരുമവണ്ണം 10,000 100,000 തുരകങ്ങളുമുണ്ട്. 500,000 കാലാൾപ്പടകളും. രാജനാരീജനം തണ്ടിലേറിക്കൊണ്ടു രാജകുമാരനെ കാൺമാനുഴറിനാർ. പാതുകം മൂർധനി വെച്ചു ഭരതനും പാദചാരേണ നടന്നു തുടങ്ങിനാൻ. ആദരവുൾക്കൊണ്ടു ശത്രുഘ്നനാകിയ സോദരൻ താനും നടന്നാനതു നേരം. പൂർണ്ണചന്ദ്രാഭമാം പുഷ്പകമന്നേരം കാണായി ചമഞ്ഞിതു ദൂരെ മനോഹരം. പൗരജനാദികളോടു കുതൂഹലാൽ മാരുതപുത്രൻ പറഞ്ഞാനതു നേരം. ബ്രഹ്മണാ നിർമ്മിതമാകിയ പുഷ്പകം തന്മേൽ അരവിന്ദനേത്രനും സീതയും ലക്ഷ്മണ സുഗ്രീവ നഗ്ദഞ്ചരാധിപ മുഖ്യമായുള്ളൊരു സൈന്യസമന്യുതം. കണ്ടുകൊൾവിൻ പരമാനന്ദ വിഗ്രഹം പുണ്ടരീകാക്ഷം പുരുഷോത്തമം പരം. അപ്പോൾ ജനപ്രീതിജാത ശബ്ദം ഘനമഭ്രദേശത്തോളമുൽപ്പതിച്ചു ബലാൽ. ബാലവൃദ്ധ സ്ത്രീ തരുണവർഗാരവ കോലാഹലം പറയാവതല്ലേതുമേ. വാരണവാജിരഥങ്ങളിൽ നിന്നവർ പാരിലിറങ്ങി വണങ്ങിനാരേവരും. ചാരുവിമാനാഗ്രസംസ്ഥിതനാം ജഗൽ കാരണഭൂതനെ കണ്ടു ഭരതനും. മേരു മഹാഗിരിമൂർധനി ശോഭയാ സൂര്യനെ കണ്ട പോലെ വണങ്ങിടിനാൻ. ചിൽ പുരുഷാജ്ഞയാ താണിതുമെല്ലവേ പുഷ്പകമായ വിമാനവും അന്നേരം
ആനന്ദബാഷ്പം കലർന്നു ഭരതനും സാനുജനായി വിമാനം കരേറിയിടിനാൻ. വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രൻ ഉത്സംഗസീംനി ചേർത്തിടിനാൻ. കാലമനേകം കഴിഞ്ഞു കണ്ടീടിന ബാലകന്മാരെ മുറുകെ തഴുകിനാൻ. ഹർഷാശ്രുധാരയ സോദരമൂർധനി വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്തു ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്ത്യാ വണങ്ങിനാൻ. ആശു സൗമിത്രിയെ ശത്രുഘ്നനും വണങ്ങിടിനാനാദരാൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനാൻ. ശ്രീരാമ പട്ടാഭിഷേകം. യുദ്ധം പറഞ്ഞ ഭരതനെ കണ്ടവരെത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ. സന്തുഷ്ടനായ രഘുകുലനാഥനുമന്തർമുദാ വിമാനേന മാനേന പോയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്നതാ. മന്ദം മഹീതലം തന്നിലിറങ്ങിനാൻ. പുഷ്പകമായ വിമാനത്തെ മാനിച്ചു ജിൽപുരുഷനരുൾ ചെയ്താനന്തരം ചെന്നു വഹിക്ക നീ വൈശ്രവണൻ തന്നെ മുന്നേ കണക്കെ വിശേഷിച്ചു നീ മുതാ. വന്നിടു ഞാൻ നിരൂപിക്കുന്ന നേരത്തു നിന്നെ വിരോധിക്ക ഇല്ലായൊരുത്തനും എന്നരുൾ ചെയ്തതു കേട്ടു വന്ദിച്ചു പോയി ചെന്നളകാപുരി പുക്കൂ വിമാനവും. സോദരനോടും വസിഷ്ഠനാമാചാര്യ പാദം നമസ്കരിച്ചു രഘുനായകൻ. ആശീർവചനവും ചെയ്തു മഹാസനമാശു കൊടുത്തു വസിഷ്ഠ മുനീന്ദ്രനും. ദേശികാനുജ്ഞയാ ഭദ്രാസനേ ഭുവി ദാശരഥിയും ഇരുന്നരുളിയിടിനാൻ. അപ്പോൾ ഭരതനും കേകയപുത്രിയും ഉൽപ്പല സംഭവപുത്രൻ വസിഷ്ഠനും വാമദേവാദിമഹാമുനിവർഗവും ഭൂമിദേവോത്തമന്മാരും അമാത്യരും രക്ഷിക്ക ഭൂതലമെന്നപേക്ഷിച്ചിതു ലക്ഷ്മീപതിയായ രാമനോടന്നേരം. ബ്രഹ്മസ്വരൂപനാത്മാരാമനീശ്വരൻ ജന്മനാശാദികളില്ലാത മംഗലൻ നിർമ്മലൻ നിത്യൻ നിരുപമൻ അദ്വയൻ നിർമ്മമൻ നിഷ്കളൻ നിർഗുണൻ അവ്യയൻ ചിന്മയൻ ജംഗമാന്തർഗതൻ സന്മയൻ സത്യസ്വരൂപൻ സനാതനൻ തന്മഹാമായയ സർവലോകങ്ങളും നിർമ്മിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നവൻ. ഇങ്ങനെയങ്ങവർ ചൊന്നതു കേട്ടളവിംഗിതജ്ഞൻ മന്ദഹാസ പുരസ്സരം. മാനസേ ഖേദമുണ്ടാകരുതാർക്കുമേ ഞാൻ അയോധ്യാധിപനായി വസിക്കാമല്ലോ. എങ്കിൽ അതിനൊരുക്കിയിടുകെല്ലാമെന്നു പങ്കജലോചനാനുജ്ഞയാ സംഭ്രമാൽ അശ്രുപൂർണാക്ഷനായി ശത്രുഘ്നനും തഥാ ശ്മശ്രൂ നികൃന്തകന്മാരെ വരുത്തിനാൻ. സംഭാരവും അഭിഷേകാർത്ഥമേവരും സംഭരിച്ചിടിനാൻ. ആനന്ദചേതസാ ലക്ഷ്മണൻ താനും ഭരതകുമാരനും രക്ഷോവരനും ദിവാകരപുത്രനും മുമ്പേ ജഡാഭാരശോധനയും ചെയ്തു സമ്പൂർണമോദം കുളിച്ചു ദിവ്യാംബരം പൂണ്ടു മാല്യാനുലേപാദ്യലങ്കാരങ്ങളാണ്ടു കുതൂഹലം കൈകൊണ്ട നാരദം. ശ്രീരാമദേവനും ലക്ഷ്മണനും പുനരാരൂഢമോദമലങ്കരിച്ചിടിനാർ. ശോഭയോടെ ഭരതൻ കുണ്ടലാദികളാഭരണങ്ങളെല്ലാം അനുരൂപമായി ജാനകീദേവിയെ രാജനാരീജനം മാനിച്ചലങ്കരിപ്പിച്ചാരതി മുതാ. വാനരനാരീജനത്തിനും കൗസല്യ താനാദരാലങ്കാരങ്ങൾ നൽകിനാൾ.
അന്നേരമത്ര സുമന്ത്രർ മഹാരഥം നന്നായി ചമച്ചു യോജിപ്പിച്ചു നിർത്തിനാൻ. രാജരാജൻ മനോവീരൻ ദയാപരൻ രാജയോഗ്യം മഹാസ്യന്തനമേറിനാൻ. സൂര്യതനയനും മംഗധവീരനും മാരുതീതാനും വിഭീഷണനും തഥാ ദിവ്യാഭരണാണ ആദ്യലങ്കാരേണ ദിവ്യഗജാശ്വരഥങ്ങളിലാമാറു നാഥൻ അകമ്പടിയായി നടന്നിടിനാർ. സീതയും സുഗ്രീവപത്നികളാദിയാം വാനരനാരിമാരും വാഹനങ്ങളിൽ സേനാപരിവൃതമാരായ അനന്തരം പിമ്പേ നടന്നിതു ശംഖനാദത്തോടും ഗംഭീരവാദ്യഘോഷങ്ങളോടും തഥാ. സാരഥ്യവേല കൈകൊണ്ടാൻ ഭരതനും ചാരുവെഞ്ചാമരം നഗ്ദഞ്ചരേന്ദ്രനും ശ്വേതാതപത്രം പിടിച്ചു ശത്രുഘ്നനും സോദരൻ ദിവ്യവ്യജനവും വീതിനാൻ. മാനുഷവേഷം ധരിച്ചു ചമഞ്ഞുള്ള വാനരേന്ദ്രന്മാർ 10,000 വാരണേന്ദ്രന്മാർ കഴുത്തിലേറി പരിവാരജനങ്ങളുമായി നടന്നിടിനാർ. രാമനീ വണ്ണം എഴുന്നള്ളുന്ന നേരത്തു രാമമാരും ചെന്നു ഹർമ്മ്യങ്ങളേറിനാർ. കണ്ണിനാനന്ദപൂരം പുരുഷം പരം പുണ്യപുരുഷമാലോക്യ നാരീജനം. ഗേഹധർമ്മങ്ങളുമൊക്കെ മറന്നുള്ളിൽ മോഹപരവശരായി മരുവീടിനാർ. മന്ദമന്ദം ചെന്നു രാഘവൻ വാസവമന്ദിരതുല്യമാം താതാലയം വന്ദിച്ച കമ്പുക്കുമാതാവു തൻ പദം വന്ദിച്ചിതന്യാപിതൃപ്രിയമാരെയും പ്രീത്യ ഭരതകുമാരനോടന്നേരം ആസ്ഥയാ ചൊന്നാനവിളംബിതം ഭവാൻ. ഭാനുതനയനും നഗ്ദഞ്ചരേന്ദ്രനും വാനരനായകന്മാർക്കും യഥോചിതം സൗഖ്യേന വാഴ്വതിന്നോരോ ഗൃഹങ്ങളിലാക്കുക വേണമവരെ വിരയനീ എന്നതു കേട്ടതു ചെയ്താൻ ഭരതനും. ചെന്നവരോരോ ഗൃഹങ്ങളിൽ മേവിനാർ. സുഗ്രീവനോടു പറഞ്ഞു ഭരതനും അഗ്രജനിപ്പോൾ അഭിഷേക കർമ്മവും മംഗലമാമാറു നീ കഴിച്ചിടണം. അങ്കദനാദികളോടും യഥാവിധി 4 സമുദ്രത്തിലും ചെന്നു തീർത്ഥവും കാലേ വരുത്തുക മുമ്പിനാൽ വേണ്ടതും. എങ്കിലോ ജാംബവാനും മരുൽപുത്രനും അങ്കദൻ താനും സുഷേണനും വൈകാതെ സ്വർണ്ണ കലശങ്ങൾ തന്നിൽ മലയജ പർണേന വായ്ക്കെട്ടി വാരിയും പൂരിച്ചു കൊണ്ടുവരികെന്നയച്ചോരളവർ കൊണ്ടുവന്നിടിനാരങ്ങനെ സത്വരം. പുണ്യനദീജലം പുഷ്കരമാദിയാമന്യതീർത്ഥങ്ങളിലുള്ള സലീലവും ഒക്കെ വരുത്തി മറ്റുള്ള പദാർത്ഥങ്ങൾ മർക്കടവൃന്ദം വരുത്തിനാർ തൽക്ഷണേ. ശത്രുഘ്നനും അമാത്യൗഘവുമായി മറ്റു ശുദ്ധപദാർത്ഥങ്ങൾ സംഭരിച്ചിടിനാർ. രത്നസിംഹാസനെ രാമനെയും ചേർത്തു പത്നിയെയും വാമഭാഗേ വിനിവേശ്യ. വാമദേവൻ മുനി ജാബാലി ഗൗതമൻ വാൽമീകി എന്നിവരോടും വസിഷ്ഠനാം ദേശികൻ ബ്രാഹ്മണശ്രേഷ്ഠരോടും കൂടി ദാശരഥിക്കഭിഷേകവും ചെയ്തിതു. പൊന്നിൻ കലശങ്ങളായിരത്തെട്ടുമങ്ങന്യൂന ശോഭം ജപിച്ചാർ മറകളും. നഗ്ദഞ്ചരേന്ദ്രനും വാനരവീരനും രത്നദണ്ഡം പൂണ്ട ചാമരം വീണാർ. ശത്രുഘ്നവീരൻ കുടപിടിച്ചിടിനാൻ. ക്ഷത്രിയ വീരർ ഉപചരിച്ചിടിനാർ. ലോകപാലന്മാർ ഉപദേവതമാരും ആകാശമാർഗേ പുകഴ്ന്നു നിന്നിടിനാർ. മാരുതൻ കയ്യിൽ കൊടുത്തയച്ചാൻ ദിവ്യഹാരം മഹേന്ദ്രൻ മനുകുലനാഥനു. സർവരത്നോജ്വലമായ ഹാരം പുനർ ഉർവീശ്വരനും അലങ്കരിച്ചിടിനാൻ.
ദേവഗന്ധർവയക്ഷാപ്സരോ വൃന്ദവും ദേവദേവേശ്വരനെ ഭജിച്ചിടിനാർ. പൂർണ്ണഭക്തിയാ പുഷ്പവൃഷ്ടിയും ചെയ്തു കാരുണ്യനിധിയെ ഭജിച്ചിതെല്ലാവരും. രാമരാജ്യം. ജാനകീദേവിയോടും കൂടി രാഘവൻ ആനന്ദമുൾക്കൊണ്ടു രാജഭോഗാന്യുതം അശ്വമേധാദിയാം യാഗങ്ങളും ചെയ്തു വിശ്വപവിത്രയാം കീർത്തിയും പൊങ്ങിച്ചു നിശേഷ സൗഖ്യം വരുത്തി പ്രജകൾക്കു വിശ്വമെല്ലാം പരിപാലിച്ചരുളിനാൻ. വൈദവ്യദുഃഖം വനിതമാർക്കില്ലൊരു വ്യാധിഭയവും ഒരു തർക്കുമില്ലല്ലോ. സസ്യപരിപൂർണയല്ലോ ധരിത്രിയും ദസ്യൂഭയവും ഒരിടത്തുമില്ലല്ലോ. ബാലമരണമകപ്പെടുമാറില്ല കാലേ വരീക്ഷിക്കുമല്ലോ ഘനങ്ങളും. രാമപൂജാപരന്മാർ നരന്മാർ ഭുവി രാമനെ ധ്യാനിക്കുമേവരും സന്തതം. വർണ്ണാശ്രമങ്ങൾ തനിക്കുള്ളതൊന്നുമേ വരുത്തുകില്ലാരുമേ. എല്ലാവനുമുണ്ടനുകമ്പ മാനസേ നല്ലതൊഴിഞ്ഞൊരു ചിന്തയില്ലാർക്കുമേ. നോക്കുമാറില്ലാരുമേ പരതാരങ്ങളോർക്കയുമില്ല പരദ്രവ്യമാരുമേ. ഇന്ദ്രിയ നിഗ്രഹമെല്ലാവനുമുണ്ടു നിന്ദയുമില്ല പരസ്പരമാർക്കുമേ. നന്ദനന്മാരെ പിതാവു രക്ഷിക്കുന്ന വണ്ണം പ്രജകളെ രക്ഷിച്ചു രാഘവൻ. സാകേതവാസികളായ ജനങ്ങൾക്കു ലോകാന്തര സുഖമെന്തോന്നിതിൽ പരം. വൈകുണ്ഠലോകഭോഗത്തിനു തുല്യമായി ശോകമോഹങ്ങളകന്നുമേ വീടിനാർ. രാമായണ ഫലശ്രുതി. അധ്യാത്മരാമായണമിതമെത്രയും അത്യുത്തമോത്തമം മൃത്യുഞ്ജയപ്രോക്തം. അധ്യയനം ചെയ്കിൽ മർത്യന ജന്മനാ മുക്തി സിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം. ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സ്വപുത്രനെയും തഥാ. സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യായുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിലനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടൻ ഉണ്ടാകും ആധികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണതാപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യന്തം. കൽമഷമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥകാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരനദ്രീസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കും എല്ലാം അഭീഷ്ടമെന്നിങ്ങനെ. ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ ഭക്തിയാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു
കേട്ടു മഹാലോകരും. അധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ യുദ്ധകാന്ഡം സമാപതം. രാമായണ പുണ്യമാസം ഇവിടെ സമാപിക്കുകയാണ്. രാമായണം എന്ന് പറഞ്ഞാൽ രാമൻ്റെ അയനം. രാമൻ നമുക്ക് ഒരു മാർഗം മുന്നിൽ വഴികാട്ടിയായി തന്നിട്ടുണ്ട്. ധർമ്മത്തെയും സത്യത്തെയും നീതിയെയും മുൻനിർത്തി മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന് ലോകത്തിൽ എന്താണ് ചെയ്യാനുള്ളത്, അവൻ്റെ ജീവിത ലക്ഷ്യമെന്ത്, ഇതെല്ലാം രാമായണം നമ്മെ പഠിപ്പിക്കുന്നു. രാമൻ കാണിച്ച മാർഗത്തിലൂടെ പോവുക ദുഷ്കരമാണ്. എങ്കിലും ധർമ്മത്തിൻ്റെ മാർഗത്തിലൂടെ ജനങ്ങൾ നീങ്ങിയാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ പരമപ്രധാനമായ മോക്ഷം ലഭിക്കുകയുള്ളൂ. രാമായണത്തിൽ നാം ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഓർക്കേണ്ടത് നമ്മുടെ രത്നാകരനോട് ആ രാക്ഷസ കാട്ടിലെ ആ രാമായണത്തിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം പണ്ട് രത്നാകരനോട് ആ കാട്ടാള സ്ത്രീ ഭാര്യ പറഞ്ഞ കാര്യമാണ്. രത്നാകരൻ ചോദിച്ചു, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലം ആരാണ് അനുഭവിക്കുക? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട ഒരു നല്ല തത്വമാണ് ഇത്. ആരും ഇന്നത് ശ്രദ്ധിക്കുന്നില്ല. നാം എന്ത് ചെയ്യുന്നുവോ അതിൻ്റെ ഫലമാണ് നാം അനുഭവിക്കുന്നത്. നന്മയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നന്മയാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഇത് മനസ്സിലാക്കിയിട്ടാണ് വാത്മീകി രാമനാമം ജപിച്ചുകൊണ്ട് രത്നാകരനായ കാട്ടാളൻ വാത്മീകിയായി മാറിയത്. ഇതിൽ നിന്ന് നമുക്ക് ഏതൊരു ദുഷ്ട മനസ്സുള്ള വ്യക്തിക്കും, ഏത് അധാർമികമായ രീതിയിൽ ചരിച്ച വ്യക്തിക്കും നല്ലവനാവാൻ, ധർമ്മിഷ്ഠനാവാൻ, നീതിമാനാവാൻ സാധിക്കും, മുക്തി സിദ്ധിക്കും എന്ന തത്വം കൂടി നമ്മൾ രാമായണത്തിലൂടെ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് രാമൻ നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ, അയനത്തിലൂടെ നാം മുന്നേറുക, ആ പാത പിന്തുടരുക. അതുമാത്രമല്ല, രാമൻ എന്ന പരിപൂർണനായ മനുഷ്യനിലേക്ക് എത്താനുള്ള മാർഗം നാം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നാം സ്വായത്തമാക്കുക, അത് അനുസരിക്കുക. ഈ കർക്കിടക മാസത്തിലെ രാമായണ പാരായണത്തിലൂടെ രാമായണം തരുന്ന തത്വങ്ങൾ നാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് ഒരു ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ രാമായണ പാരായണം കൊണ്ട് യാതൊരു മേന്മയും നമുക്ക് ലഭിക്കുകയില്ല. അതിനാൽ നമ്മൾ കേരളീയർ ഈ മാസത്തെ രാമായണ പാരായണം കൊണ്ടെങ്കിലും അതിലെ തത്വങ്ങൾ ഉൾക്കൊള്ളുകയും പരമാവധി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ.